ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ മനുവിനോടൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. മുന്നിലേക്ക് ഇനി ഒന്നും ഇല്ല, ഒരു ശൂന്യത മാത്രമാണ്. ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിച്ചു, എന്തെല്ലാം അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനുവിനും ഭയങ്കര സങ്കടം, അലീനയ്ക്ക് അതിലേറെ സങ്കടം. ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ലടാ, സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇതുവരെ വാദിച്ചിട്ടില്ല ആരോടും, വാങ്ങിച്ചിട്ടില്ല ആരോടും, കൊടുത്തിട്ടേ ഉള്ളൂ, സഹായിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ മനുവിനോട് സങ്കടത്തോടെ പറയുക. എനിക്ക് തന്നെ ഇത് വരണം എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ സങ്കടപ്പെടുമ്പം അച്ഛാ എന്നും പറഞ്ഞ അലീന അച്ഛനെ സമാധാനിപ്പിക്കാം. മതി അച്ഛാ, ഇനി അങ്ങനെയൊന്നും പറയല്ലേന്ന് പറഞ്ഞ. ഞാൻ വിചാരിച്ചു എല്ലാവരും ഉണ്ടല്ലോ കൂടെയെന്ന്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ബന്ധുക്കളുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ബിസിനസ്സുണ്ട്, വീടുണ്ട്, അന്തസ്സുണ്ട്, ഇല്ല നല്ലൊരു ജീവിതമുണ്ട്, എല്ലാം വിചാരിച്ചു. നിലയും വിലയും ഉണ്ട്, എല്ലാം ഉണ്ടെന്നാണ് ഞാൻ കരുതിയതെന്നൊക്കെ ബാലൻ ഇങ്ങനെ ഇരുന്ന് തൻ്റെ സങ്കടങ്ങൾ മുഴുവനും ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു തീർക്കുവാണ്. ഒന്നുമില്ല മനു, ഒന്നുമില്ല, ആരുമില്ല, വെറും വട്ടപൂജ്യം. നമ്മൾ ഒറ്റയ്ക്കാ, നമുക്കാരും ഇല്ലയെന്നും പറഞ്ഞ് മനുവിനോട് പറഞ്ഞ് സങ്കടപ്പെടും. അപ്പം അലീനയ്ക്ക് കരച്ചിൽ വരുവാണ്. എല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ടെന്നൊക്കെ ഉള്ളത് വെറും ഒരു തോന്നൽ മാത്രമാണ് മനുവെന്നും ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാണ് എന്നും പറഞ്ഞ്, അപ്പോൾ ഒറ്റയ്ക്കാണ് നമ്മളെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പം അങ്ങളെ വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്താം, ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു മനു, അല്ലെങ്കിൽ ഒരു സർബത്ത് കുടിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം, നിർത്താം എന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടു വണ്ടി കുറച്ച് നേരം ഒതുക്കി. ബാലൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, മനുവും അലീനയും ഇറങ്ങി. കുറച്ച് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇവർ വീട്ടിലേക്ക് എത്തുന്നതാണ്. അതായത് മനുവും അലീനയും ബാലനും കൂടി വീട്ടിലേക്ക് എത്തി. അപ്പോൾ മനു അന്നേരം ഞാൻ എന്നാൽ മടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നിനക്ക് പോവാൻ ധൃതി ആയോ എന്ന് ചോദിച്ചു ബാലനെ. എന്നിട്ട് എനിക്ക് വർക്കിലേക്ക് കയറണമെന്ന് പറയും. എന്നാൽ പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളിവിടെ വന്നതിന് താങ്ക്സ് കേട്ടോ. എന്താ അങ്കിളെ ഇങ്ങനെയൊക്കെ പറയുന്നത്, എല്ലാം കൊണ്ട് നശിപ്പിച്ചു. അപ്പം അതല്ലടാ, നീ കൂടെ ഉള്ളത് ഒരു വലിയ സപ്പോർട്ടായിരുന്നു എന്ന് ബാലൻ ഇങ്ങനെ പറയാം മനുവിനോട്. ഈ താങ്ങുന്നവർ ചിലപ്പോൾ ഭാരം അറിയാറില്ല, തളരുന്നവനെ അതറിയുമെന്നുള്ള കാര്യം പറയുവാണ്. അപ്പം അതും പറഞ്ഞ് ബാലനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം അലീന ഇങ്ങനെ ഇവിടെ നിൽക്കല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോയാൽ പോരെ എന്ന് മനുവിനോട് ചോദിക്കുമ്പം എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ചായ കുടിച്ചാൽ മാത്രം പോരാ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, മണിക്കൂറുകൾ വേണ്ടി വരും, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. അപ്പോൾ എന്നോടെന്താ അത്രയധികം പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം പറയാം, സമയമാവട്ടെ എന്ന് പറഞ്ഞു മനുവേ. നീ ഇപ്പോൾ കുറേ അധികം പ്രശ്നങ്ങളുടെ നടുവിലല്ലേ എന്ന് ചോദിച്ചു. രോഹിത് എന്ന പ്രശ്നം, ശരണ്യ എന്ന പ്രശ്നം, അതുപോലെ ബാലചന്ദ്രൻ അങ്ങളിന് ഇമോഷണൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ്, വൈജാൻറ്റി എന്നുള്ളൊരു പ്രശ്നം, അങ്ങനെ ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് പോകുന്നത് നിന്നെ സമ്മതിക്കണം കേട്ടോ എന്ന് മനു പറഞ്ഞപ്പം മനുവേട്ടൻ പറഞ്ഞത് ശരിയാ, എനിക്ക് കുറേ ടെൻഷനുണ്ട്, എന്നാലും അതെല്ലാം മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെന്നും അലീന മനുവിനോട് പറയുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ, കാണാം കേട്ടോ. അപ്പോൾ പോകുവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോലി വീട്ടിലിരുന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടേ, പിന്നെ ജീവിതം നാളെയോ മറ്റന്നാളോ തീരുന്നില്ലല്ലോ, ജീവിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് അലീന ചോദിക്കുമ്പം ഇല്ല. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ, ചില പരിഭവങ്ങളൊക്കെ ഉണ്ട്, പിന്നീട് ഞാനത് പറയാം, പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ യാത്ര പറഞ്ഞു പോകുന്നു. അലീന ഇങ്ങനെ മനുവിനെ യാത്രയാക്കി ടാറ്റയൊക്കെ കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് അലീന അകത്തേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശിവൻ അവിടെ ഇരുന്ന് ബാലനെ ഫോണിൽ വിളിക്കുക. ഹലോ ബാല, നീ രോഹിയെ കാണാൻ പോയിട്ട് എങ്ങനെയായി എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ബാലന് ഭയങ്കര ഒരു സങ്കടം, കണ്ടിട്ട് പോകുന്നെന്ന് പറഞ്ഞു. അവനോട് നീ സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചു. സംസാരിച്ചു. അവൻ എന്നതാ പറയുന്നേ? അത് ശിവേട്ട, അവൻ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുകയാണെന്നും ഹരിയെപ്പോലെയല്ല, മനഃശക്തി കുറവാണെന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയുമ്പോൾ, ജയിലിൽ കിടക്കുമ്പോൾ മനഃശക്തി എന്നല്ല ഒരു ശക്തി ഉണ്ടാകില്ല ബാലേന്ദ്ര, അതങ്ങനെയാണെന്നൊക്കെ ശിവൻ ഇങ്ങനെ പറയുക കേട്ടോ. അവൻ പറയുന്നത് ജാമ്യമൊന്നും വേണ്ട എന്നാണെന്ന കാര്യമൊക്കെ ബാലൻ പറഞ്ഞു. അവൻ ജയിലിൽ കിടന്ന് ചത്തോളാന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി ആളുകളെ ഫേസ് ചെയ്യുന്ന കാര്യം ഓർത്തിട്ടായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശിവൻ അന്നേരം ബാലനോട് പറയൂ കേട്ടോ. ഇനി എല്ലാവരും ഒരു പ്രത്യേക രീതിയിലല്ലേ അവനെ ഹരിയൊക്കെ നോക്കത്തുള്ളൂ എന്നൊക്കെ ശിവൻ പറയണം. ബാലചന്ദ്രൻ അവനോട് എന്നാ പറഞ്ഞു എന്ന് ശിവൻ ചോദിക്കുമ്പം ഞാനിപ്പോൾ എന്നാ പറയാനാ, അവൻ പുറത്ത് വന്നാലും നല്ലൊരു ലൈഫൊന്നും അവന് കിട്ടാൻ പോകുന്നില്ലല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇയാളിങ്ങനെ വിഷമിക്കാതെടോ, ഇപ്പം നമുക്ക് തോന്നും
ഭയങ്കര നാണക്കേടായി, അഭിമാനം പോയി, പിന്നെ എങ്ങനെ ജീവിക്കും, എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴേ ആളുകളെല്ലാം ഇതങ്ങ് മറന്നു പോകുമോ. അവർക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചിന്തിക്കാനായിട്ട്. ഇപ്പോൾ പുറത്തിറങ്ങിയ അവന് ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചാലോ എന്ന് പോലും ഞാൻ ആലോചിക്കാം. കൂട്ടുകാരെയും നാട്ടുകാരെയും ഒന്ന് ഫേസ് ചെയ്യണ്ടല്ലോ. ജാമ്യം കിട്ടിയാലും ജില്ല വിട്ടു പോകാനുള്ള അനുവാദം ഉണ്ടാകണമെന്നൊന്നും ഇല്ല എന്ന കാര്യം ഇയാൾ പറയണം. അതുമാത്രമല്ല ബാലേന്ദ്ര, ഇനിയെങ്കിലും അവരെ നമ്മുടെ നോട്ടത്തിലും നിയന്ത്രണത്തിലും കൊണ്ടുവരണമെന്നൊക്കെ ശിവേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. വല്ലയിടത്തോട്ടും വിട്ടാൽ അവർ വഷളായി പോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന കാര്യവും ശിവൻ ബാലന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ സബ് ജയിലിൽ പോയി അവനെ കണ്ടതോടെ ഉള്ള മനസമാധാനവും കൂടി നഷ്ടപ്പെട്ടു എന്ന കാര്യം ബാലൻ ഇങ്ങനെ പറയുക. അപ്പോൾ ആരും ഇല്ലാതെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി എങ്ങോട്ടെങ്കിലും നടന്നു പോകാനും എനിക്ക് തോന്നുന്നേ. എവിടെയെങ്കിലും ചെന്നൊന്ന് തീരണം, തിരിച്ചു വരരുതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കേട്ടപ്പം എടോ, ഞാനും തൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ്, എന്നിട്ടും ഞാനിതൊക്കെ സഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. താൻ അവിടെ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. ചില കാര്യങ്ങൾ നേരെ ആകണമെങ്കിലേ കുറേ സമയം പിടിക്കും. ഇതൊക്കെ നേരെയാകും എൻ്റെ ശിവേട്ടാന്ന് ബാലൻ അന്നേരം ചോദിച്ചു. നമ്മുടെ നെഞ്ചത്തോട്ട് കുത്തി കയറ്റി വെച്ചിരിക്കുന്ന ഒരു കഠാരയല്ലേ ഇത്, അതെങ്ങനെ നേരെയാവാനാണെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ചോര വാർന്നുകൊണ്ടിരിക്കുകയല്ലേ ശരിക്കും. അപ്പോൾ താനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കൊരു സമാധാനം ഉള്ളത്. അപ്പോൾ താൻ ഇങ്ങനെ പറയുവാണോ? തിരിച്ചു പോകേണ്ടവനല്ലേ ഞാനും രാജീവനും പോയി കഴിഞ്ഞാൽ പിന്നെ താനാണിതെല്ലാം കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പം ബാലന് ഭയങ്കര മരവിപ്പ് തലയ്ക്കുക. എൻ്റെ മനോവിഷമം ഞാനൊന്നും ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ശരി, ഓക്കെ എന്നും പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ അവിടെ നിരാശപ്പെട്ടിരിക്കുന്നു. മകനെപ്പറ്റി ആലോചിച്ച്, മകനെ കണ്ടതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോഴത്തേക്കും ബബിത വന്നിട്ട് അച്ഛൻ പോയിട്ട് രോഹിയേട്ടനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്താ? അപ്പോൾ രോഹിയേട്ടൻ അച്ഛനോട് സംസാരിച്ചോ? കാണാൻ ചെന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. നാണക്കേട് കൊണ്ടായിരിക്കും എന്ന് ബബിത പറയുക. അപ്പോൾ ആയിരിക്കും. അച്ഛൻ അലീനെ കൊണ്ടുകൊണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അലീന ചേച്ചി അലീന ചേച്ചിയെ കൊണ്ടുപോയത് രോഹിയേട്ടന് വലിയ ഷെയിമായി കാണുമെന്ന കാര്യം പറയുക. അവളുടെ മുന്നിൽ ജിവൽപ്പുള്ളിയായിട്ട് നിൽക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളുടെ മുന്നിലാണ് അവൻ നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ടതെന്ന കാര്യം ബാലൻ അന്നേരം പറയാം. അവളോട് അവൻ ചെയ്തത് എന്താണെന്ന് നിനക്കും അറിയില്ലേ എന്ന് ചോദിച്ചു. അച്ഛൻ എപ്പോഴും അവളുടെ കൂടെ, എപ്പോഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത വീണ്ടും പറയുമ്പോൾ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, രോഹിയേട്ടന് തീരെ പറ്റത്തില്ല എന്ന് പറയുമ്പം അവനും നീയും എല്ലാം അവൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാലം വരുമെന്ന് പറഞ്ഞു. നിന്റെ അമ്മ പോലും. മനസ്സിലായോ എന്ന് ചോദിച്ചു ബാലൻ. അമ്മയുടെ മരണം വരെ ഇതെന്തായാലും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ ബാലനൊന്ന് ചിരിച്ചു മകളെ നോക്കി. നിനക്ക് എന്നാ അറിയാം, നീ വെറും ശിശു അല്ലേ എന്ന് ചോദിച്ചു ബാലൻ അന്നേരം ബബിതയോട്. കയ്യിലൊരു കവറുണ്ടായിരുന്നു, അതുകൊണ്ട് ബാലൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നതാ ആഡ് ചെയ്തെന്ന് ചോദിച്ചു. ലെറ്ററോ? എന്നാ ഇത്? അപ്പോൾ വക്കീൽ നോട്ടീസാ, രജിസ്റ്ററായിട്ട് വന്നതാണ്, ഞാൻ ഒപ്പിട്ട് വാങ്ങിയതാണെന്ന് ബബിത പറഞ്ഞു കേട്ടോ. അപ്പോൾ ബാലൻ ഇതിങ്ങനെ നോക്കി. അപ്പോൾ കൊള്ളാലോ, ഇത് വൈജ അയച്ചതാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അതങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് അത് വായിച്ചു. ഡൈവോഴ്സ് നോട്ടീസ് ചേച്ചി രജിസ്റ്റേർഡായിട്ട് അയച്ചതാ. അപ്പോൾ അത് വായിച്ച് നോക്കി നമ്മുടെ ബാലൻ ഇങ്ങനെ ചിരിച്ച് ഇതിലും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ്. ഇത് വളരെ വളരെ നന്നായി, കൃത്യസമയത്ത് തന്നെ എടുത്ത് പ്രയോഗിച്ചല്ലോ. അച്ഛൻ അറിയത്തില്ലായിരുന്നു അമ്മ ഡൈവോഴ്സിന് ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും ബബിത ചോദിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പേരിലേക്ക് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് ഗോവർദ്ധനോട് അവൾ പറഞ്ഞായിരുന്നു. ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാനും കരുതിയില്ല. കൊള്ളായതായാലും എന്നും പറഞ്ഞ് ബാലൻ ഇങ്ങനെ ഇരിക്കുമ്പം അമ്മ തീരുമാനിച്ചിട്ട് തന്നെ എല്ലാവരോടും പറഞ്ഞതെന്നുള്ള കാര്യം ബബിത പറയുവാണ്. ആരും അത്ര കാര്യമായിട്ട് അത് എടുത്തില്ലെന്ന് മാത്രം. കൊല്ലപ്പള്ളിക്കാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ബബിത ഇങ്ങനെ പറഞ്ഞപ്പോൾ ബാലൻ ഒന്ന് ചിരിച്ചു. അമ്മ ഏതാണ്ടൊരു മഹാകാര്യം ചെയ്ത മട്ടിലാണല്ലോ നിന്റെ പറച്ചില്. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അവളൊരു മഹാത്യാഗം ചെയ്യുകയല്ലേ എന്നൊക്കെ ബാലൻ ഇങ്ങനെ കളിയാക്കി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ന്യായമായ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്മ ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തു. തീരെ സഹി കെട്ടിട്ട് അമ്മ എന്ന് പറയുമ്പോൾ നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങ് എഴുന്നേറ്റു. അമ്മയുടെ ന്യായം, അമ്മയുടെ സഹനം, അമ്മയുടെ ക്ഷമ, അവൾ ജനിച്ച അന്ന് മുതൽ അവളെ കാണുന്നവനാ ഞാൻ. എൻ്റെ മുന്നിലേക്കാണ് നീ കഥയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം ഞാനും ജനിച്ചപ്പോൾ മുതൽ അമ്മയെ കാണുന്നതാണെന്ന് പറയുമ്പോൾ എടി ഒരു കുടുംബം മുഴുവനും കുട്ടിച്ചോറാക്കിയിട്ട് ചെന്ന് കിടക്ക, 4 കാലും പറിച്ച് ചത്ത തവളയെ പോലെ. എന്നിട്ടും അവൾ അടങ്ങുന്നുണ്ടോ? അവിടെ കിടന്നുകൊണ്ട് അവൾ ക്ഷുദ്രം ചെയ്യുകയല്ലേ എന്ന് ചോദിച്ചു. എത്രയും പെട്ടെന്ന് കുടുംബ കോടതിയിലോട്ട് വരാൻ പറ.
ഞാൻ തൊലി ഉരിച്ച് കാണിച്ചു കൊടുക്കാം കോടതിയുടെ മുന്നിൽ അവളുടെ തനി നിറവെന്നും പറഞ്ഞ് അങ്ങ് നിന്ന് തിളയ്ക്കാൻ തുടങ്ങി നമ്മുടെ ബാലൻ. എന്തൊക്കെ സംഭവിച്ചാലും അച്ഛൻ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞേക്കത്തില്ലല്ലോ എന്ന് മകൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് തന്നെ നടക്കട്ടെ എന്ന് ബബിത. നടക്കട്ടെ അടി എന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ നിൽക്കുന്നു. ആ പേപ്പറും കവറിനാക്കി ബാലൻ എന്നിട്ട് ആ കട്ടിലേക്ക് കയറി കിടന്നു. അപ്പോഴാണ് അലീന ചായയായിട്ട് മുകളിലേക്ക് കയറി വരുന്നതും ഈ ബബിത അച്ഛനെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നതും. അലീനയെ കണ്ടപ്പോഴത്തേക്കും ബബിത ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. അലീന ചായയായിട്ട് മുറിയിലേക്ക് വന്നു. ബാലേന്ദ്രൻ അവിടെ എങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എന്താ അച്ഛാ ഇങ്ങനെ ദേഷ്യം? അപ്പോൾ ആർക്കാ ദേഷ്യമെന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ കോണിപ്പടി കയറിയപ്പോൾ കേട്ടല്ലോ അച്ഛൻ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഷൗട്ട് ചെയ്തതൊന്നുമല്ല, കാര്യം പറഞ്ഞതാണെന്ന് പറഞ്ഞു. അത്ര ഒച്ചയിൽ കാര്യം പറയാനോ? അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിലരോട് ചില കാര്യങ്ങൾ പറയണമെങ്കിൽ അത്രയ്ക്കൊക്കെ ഒച്ച വേണമെന്ന് പറഞ്ഞു ബാലൻ ദേഷ്യത്തോടെ. എന്നിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ദേഷ്യപ്പെടാനും മാത്രം ഇപ്പം എന്താ ഇവിടെ ഉണ്ടായെന്ന് അലീന ചോദിക്കുക. അത് കേട്ടപ്പോൾ ദേ അവളിൻ്റെ വക്കീൽ നോട്ടീസ് അയച്ചേക്കുന്നു ഡിവോഴ്സിന്. അപ്പോഴത്തേക്കും അലീന ഞെട്ടി. അതെടുത്ത് നോക്കുക കേട്ടോ. അതെടുത്ത് അലീന വായിച്ചു നോക്കിയപ്പോഴത്തേക്കും അലീന ഞെട്ടി. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ നിൽക്കുക കേട്ടോ. ബാലനൊന്നും മിണ്ടുന്നില്ലേ. ബാലൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ നോട്ടീസ് അവൾക്ക് അയക്കേണ്ടത്. പകരം അവൾ ഡിവോഴ്സ് നോട്ടീസ് അയച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നും പറഞ്ഞ് ബാലൻ ഇങ്ങനെ അലീനയുടെ മുന്നിൽ പറയുമ്പോൾ അലീന ആകെ ധർമ്മസങ്കടത്തിലായി. ഒന്നും അറിയാതെ ചെയ്യുന്നതല്ലേ അച്ഛാ? അറിയാതെയോ? അവളോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ചെയ്യുന്നത്. ഒന്ന് മാത്രമേ അവൾക്ക് അറിയാത്തതായിട്ടുള്ളൂ. 23 കൊല്ലം മുൻപ് അവൾ പ്രസവിച്ച മകളാണ് നേരെ മുന്നിൽ നിൽക്കുന്നതെന്ന്. അവളെയാണ് ശത്രുവായിട്ട് ഇവൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന്. ഫാമിലി കോർട്ടിലോട്ട് കാര്യങ്ങൾ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ ബാലൻ പറയുമ്പോൾ അച്ഛ പ്ലീസ് അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, കുറച്ച് ക്ഷമ കാണിക്കാനൊക്കെ അലീന ഇങ്ങനെ പറയൂ കേട്ടോ. പേരയ്ക്ക് തീ പിടിച്ചപ്പോൾ അവൾ വാഴവെട്ടി കളിക്കുക അവള് ദുഷ്ട എന്നും പറഞ്ഞിങ്ങനെ ബാലൻ പറയുവാണ്. പകരം മകനോ പെൺമക്കളോ ഒന്നും അവൾക്ക് പ്രശ്നമല്ല. അപ്പം അതൊക്കെ ശരിയാകും അച്ഛാന്ന് പറയുമ്പോൾ ശരിയാകും പറഞ്ഞു ബാലൻ ഇങ്ങനെ അവിടെ ദേഷ്യപ്പെട്ടിരിക്കുന്നു. അലീന അന്നേരത്തേക്കും അച്ഛനെ സമാധാനിപ്പിച്ച് അച്ഛനെ ചായ കൊടുക്കുക. അപ്പോൾ എനിക്ക് അച്ഛൻ ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ബാലനൊന്നും മിണ്ടിയില്ല. പ്ലീസ് അച്ഛാ ചായ കുടിക്കച്ചാന്ന് പറഞ്ഞുകൊണ്ട് അലീന നിർബന്ധിച്ച് ബാലന് ചായ കൊടുത്തു. എന്നിട്ട് ബാലൻ ആ ചായ കുടിക്കുമ്പോഴത്തേക്കും അച്ഛൻ്റെ തലയിലൊക്കെ തലോടി നമ്മുടെ അലീന അച്ഛനെ കട്ട സപ്പോർട്ടായിട്ട് അങ്ങനെ കൂടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഒരു മകളാണെങ്കിൽ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോയി. ദത്തപുത്രി ആണെങ്കിൽ വന്ന് അച്ഛനെ സമാധാനിപ്പിച്ച് കൂടെ നിൽക്കുന്നു. അങ്ങനെ അച്ഛനും മോളും കൂടെ ആ മുറിയിൽ നിൽക്കുകയാണ്. എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണായിട്ടിരിക്കുക ബാലൻ. സഹിക്കാൻ പറ്റുന്നില്ല ബാലന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ മനുവിനെയാണ്. മനു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോരുന്ന സമയത്ത് മനുവിൻ്റെ ഫോണിലേക്ക് അലീന വിളിച്ചു. അതെ വൈജയന്തി മേഡം അച്ഛന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചേക്കുക എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവിടെ ആരോ പറയുന്നത് കേട്ടു, അച്ഛനാണോ അമ്മയാണോ എന്ന് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ അറിവോടെ സമ്മതത്തോടു കൂടിയാണോ ഇതെന്ന് അലീന ചോദിക്കുമ്പം വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഉള്ളതല്ലാതെ ബാലേന്ദ്രൻ അങ്കിളിനോട് ഈ കാര്യം വേറെ ആരും പറഞ്ഞു കേട്ടില്ല. അയച്ചിട്ട് 3 ദിവസമായെന്ന് തോന്നുന്നത്. രജിസ്റ്റേർഡ് നോട്ടീസാ ഇന്നാ കിട്ടിയതെന്നുള്ള കാര്യമൊക്കെ അലീന പറയുമ്പം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ചിലരുണ്ടേ. ആൻറ്റി ആ കൂട്ടത്തിലൊരാളാണെന്ന കാര്യം ബാനു ഇങ്ങനെ അലീനയോട് പറയുവാണ്. അച്ഛനിപ്പോൾ ആ നോട്ടീസ് കണ്ടിട്ട് ആകെ കലിതുള്ളി ഇരിക്കുകയാണെന്ന കാര്യം അലീന പറയണു. നാളെയെങ്കിൽ നാളെ ഡിവോഴ്സ് നടത്തിയേക്കാമെന്നുള്ള മട്ടിൽ അച്ഛൻ്റെ സംസാരം പോരും. അപ്പോൾ ആൻറ്റിയെ തടയാൻ ആരെ കൊണ്ട് പറ്റും എന്ന് മനു അന്നേരം അലീനയോട് ചോദിച്ചു. അങ്കൾ എന്തായാലും തോറ്റു കൊടുക്കത്തില്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് ചോദിച്ചു മനു. മനുവേട്ടാ അച്ഛനൊരുമാതിരി ലഹരി കയറിയതുപോലെയാണെന്ന കാര്യമൊക്കെ അലീന പറയും കേട്ടോ. ഫാമിലി കോർട്ടിൽ വെച്ച് മേഡത്തിൻ്റെ തോലുരിച്ചേക്കാമെന്നാ പറയുന്ന കാര്യമൊക്കെ അലീന ഇങ്ങനെ മനുവിനോട് പറഞ്ഞു. അച്ഛൻ ആഗ്ര മുതലുള്ള സകല സംഭവങ്ങളും വിളിച്ചു പറയും, അതിനൊരു സംശയവും വേണ്ടാന്ന് പറഞ്ഞു. അതിനിപ്പോൾ ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് പറയാൻ പറഞ്ഞു. അപ്പം മനുവേട്ടൻ തന്നെ അച്ഛനോടൊന്ന് പറയണം, ഡിവോഴ്സ് കേസ് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട്. അച്ഛനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയി വൈജാൻ്റെയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. ആൻറ്റി ഒരു രക്ഷയില്ലാണ്ട് തന്നെയാണ് നിൽക്കുന്നതെന്നും ബന്ധം വേർപെടുത്തി അവരടങ്ങത്തുള്ളൂ എന്നുള്ള കാര്യവും മനു പറയും കേട്ടോ അലീനയോട്. അവരെങ്ങനെയാണ് അറിഞ്ഞത് വക്കീൽ നോട്ടീസിൻ്റെ കാര്യമൊക്കെ? അപ്പോൾ ഗോവർദ്ധനങ്ങളിനോട് ആൻറ്റി തന്നെ പറഞ്ഞായിരുന്നു വക്കീലിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ. അപ്പോൾ ഗോവർദ്ധനങ്ങൾ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതാണെന്ന കാര്യവും മനു അലീനയോട് പറയുക. പിന്നെ ആ ഒരു ഇതിൽ എണ്ണയൊഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ആൻറ്റിക്ക്. ശിവശങ്കരനങ്ങൾ വന്ന് സംസാരിക്കുമോ? ഇനിയിപ്പോൾ അച്ഛൻ അതിനായിട്ട് വരുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് അലീനയോട് മനു പറഞ്ഞു. അച്ഛനിപ്പോൾ ഹരിയുടെ കാര്യത്തിൽ വേവലാതി പിടിച്ച് നടക്കുകയല്ലേ, അതുകൊണ്ട് അതിനൊന്നും തയ്യാറാവില്ല എന്നും പറഞ്ഞു. അതെ, അല്ലെങ്കിൽ ഈ രാജീവ് അങ്കിളിനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? കൊച്ചച്ഛൻ ആൻറ്റിയെ കണ്ടെന്ന് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് കളപ്പാട്ടൂർ പോകാനായിട്ട് പറയാമെന്ന് പറഞ്ഞു. അച്ഛൻ രാജീവ് അങ്കിളുമായിട്ട് അത്ര രസത്തിലല്ലല്ലോ എന്ന് പറഞ്ഞപ്പം അതൊന്നും സാരമുള്ള കാര്യമല്ല, ഞാൻ കൊച്ചച്ഛനോട് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ശരി എന്നാൽ കട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു.
അലീന ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നു. മനു അന്നേരം അവിടെ നിന്ന് അങ്ങ് പോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇനി ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ നൂലാമാലകളുണ്ടെന്ന് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.